മാർത്തോമാ സഭയുടെ മെത്രാൻ സംഘത്തെ വത്തിക്കാനിലെ വസതിയിൽ പാർപ്പിച്ചും പ്രാദേശിക ഭാഷയിൽ പ്രാർത്ഥനകൾ ചൊല്ലിയും വലിയ ഇടയൻ ഹൃദയം തൊട്ടത് ഇന്നലെ എന്ന പോലെ ഓർത്തെടുക്കുന്നു ജോസഫ് മാർ ബർന്നബാസ് അഫ്രഗൻ മെത്രാപ്പോലീത്ത. വശ്യമായ രീതിയിലാണ് ആളുകളെ സ്വീകരിക്കുന്നത്. ഏറ്റവും ഹൃദ്യമായ ഒരു അനുഭവം, ഒരു കപടത അദ്ദേഹത്തിന്റെ മുഖത്തോ ദേഹത്തോ ബോഡി ലാംഗ്വേജിലോ കാണാൻ കഴിഞ്ഞില്ല. വളരെ ഹൃദ്യമായ ഒരു അനുഭവം, എന്നും ഓർമ്മിച്ചു വെക്കാൻ തക്കണമല്ലോ അനുഗ്രഹീതമായ ഒരു കൂട്ടായ്മയുമായിരുന്നു. വിഭജിച്ചു നിൽക്കുന്ന സഭയ്ക്ക് ലോകത്തിന് നൽകാൻ ഒന്നും ഉണ്ടാകില്ലെന്ന സന്ദേശമായിരുന്നു കൂടിക്കാഴ്ചയുടെ കാതൽ. ലിസൺ ടു ദി ഈസ്റ്റ് അദ്ദേഹത്തിന്റെ ഒരു മുദ്രാവാക്യമായിരുന്നു. പ്രോ ഓറിയന്റ് എന്ന കാത്തലിക് ചർച്ചിന്റെ ഒരു പ്രത്യേക വിഭാഗം പൗരസ്ത്യ സഭകളെക്കുറിച്ച് പഠിക്കാനും വേണ്ടിയുണ്ട്. ഞാനിതിൻ്റെ അകത്തൊരു അംഗമാണ്, മാർത്തോമാ സഭയുടെ പ്രതിനിധിയാണ്. അപ്പോൾ അതിനകത്ത് പോയി സംബന്ധിക്കുമ്പോൾ കിഴക്കൻ സഭകളുമായിട്ട് കൂടുതൽ അടുത്ത് വരുന്നതിനും ചേർന്ന് നിൽക്കുന്നതിനും പാശ്ചാത്യ സഭയെന്ന കാത്തലിക് സഭയിലുള്ള താല്പര്യം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. അത് ഞങ്ങൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിരുന്നു. ഈസ്റ്റർ പിറ്റേന്നുള്ള വിയോഗം പോലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിത വിശുദ്ധിയുടെ തെളിവെന്നും മാർ ബർന്നബാസ്. ഏറ്റവും ഒരുങ്ങി ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടതുപോലെ തന്നെ തോന്നുന്നു, ഒന്നും ആരെയും ബന്ധപ്പെടുത്താതെ. എന്നാൽ എല്ലാവരുടെയും പ്രാർത്ഥന സ്വീകരിച്ച് ഉയർപ്പിന്റെ സന്ദേശം ഇപ്പോൾ ലോകത്തിന് പറയാൻ നല്ലതാണ്. ഇനി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ദൈവസന്നിധിയിൽ. ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ.